സിനിമാ നടിയായിട്ടുള്ള ഉഷ ഹസീന ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ജയറാമിനെതിരെ ഉണ്ടെങ്കിൽ ഒരു ആരോപണം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ കണക്ക് ഗ്രേറ്റ് ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ട് ജയറാം അഭിനയിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ജയറാമിൻ്റെ മകനായിട്ടുള്ള കാളിദാസ് അഭിനയിച്ചിട്ടുള്ള ഒരു പടമാണ് ഹാപ്പി സർദാർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഉഷ ഹസീനയുടെയൊക്കെ ഒരു ഫാമിലിയൊക്കെ ഒരു ഫ്രണ്ട് കൂടിയൊക്കെയാണ്. അപ്പം ആ ഒരു വ്യക്തിയാണ് ഇത് കണക്ക് ജയറാം പറഞ്ഞു പറ്റിച്ചു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ആരോപണം ഉഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് ഒരു സിനിമയൊക്കെ ഇറങ്ങി ഭയങ്കര പരാജയമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ജയറാമിനെ വെച്ചെടുത്ത പടം വരെ ഭയങ്കരമായിട്ടുള്ള പരാജയമാണ്. അതിന് ശേഷമൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറിനെ ജയറാം ഒന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു. അതുവരെ എപ്പോഴും വീട്ടിൽ വരിക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം ചെയ്തതാണ്. പക്ഷേ പടമൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ആ ഒരു പ്രൊഡ്യൂസറിന് സ്ട്രോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ഒരു ജയറാമും ഒന്നും തന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ശേഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് കണക്ക് മോളുടെ കല്യാണത്തിന് വിളിച്ച സമയത്താണ് ഇപ്പം ജയറാമിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ ഈ ഒരു ഉഷ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് സ്ട്രോക്ക് വന്ന കാര്യമൊന്നും അറിഞ്ഞില്ല, ആരും പറഞ്ഞൊന്നുമില്ല, എന്തോ ലിവറിന് എന്തോ പ്രശ്നമായിട്ട് കിടക്കുമെന്ന് മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് വന്നേനെ, ആരും എൻ്റെ അടുത്തും പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ജയറാം വോയിസ് ആയിട്ട് ഇട്ടത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻ്റർവ്യൂവിനകത്ത് വെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിന് ശേഷം ഉണ്ടെങ്കിൽ വന്ന് കാണാം എന്നുള്ള രീതിയിൽ ജയറാം പറയുന്നതായിട്ടും ആ ഒരു വോയിസിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഉഷ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അങ്ങനെയൊന്നും വന്ന് കണ്ടില്ല. ഇതേ കണക്ക് ഈ ഒരു ജയറാം പറഞ്ഞിട്ടാണ് ആ ഒരു വ്യക്തി അത്രയും പൈസ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയത്. പക്ഷേ പൊട്ടിയതിന് ശേഷം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊന്നും ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ജയറാമേട്ടന് വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ഒറ്റ പേരിലാണ് അത് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ജയറാം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നതാണ് ഉഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.